Once again, all of you, welcome back to my YouTube channel. My name is Adira. So today we are going to start the second chemistry chapter of class 8th students. Okay. അപ്പം നമ്മൾ ഇന്ന് CBSE സിലബസിൽ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുടെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിച്ച ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് കോൾ ആൻഡ് പെട്രോളിയം എന്നായിരുന്നു. അപ്പം അതുമായി റിലേറ്റ് ചെയ്ത് ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കമ്പഷൻ ആൻഡ് ഫ്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ, കമ്പഷൻ ആൻഡ് ഫ്ലെയിം എന്ന് പറയുമ്പം ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് കുറച്ചൊക്കെ റിലേഷൻ വരുന്നുണ്ട്. അത് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്താണ് കാര്യം എന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡെയിലി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് പറഞ്ഞ് പോകാം അല്ലെ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഇഷ്ടംപോലെ ഫ്യൂവൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ അല്ലെ. ഫ്യൂവൽസ് മീൻസ് എന്താണ്, നമ്മൾ വീട്ടില് നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഫ്യൂവൽസിന്റെ എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു നോക്കാൻ പറ്റുമോ? വീട്ടിൽ ഡെയിലി നമ്മൾ ആഹാരം പാകം ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അടുപ്പിലാണ് നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വുഡ് യൂസ് ചെയ്യും. അതല്ലാണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ ആ LPG ആണ് നമ്മളവിടെ ഫ്യൂവൽ ആയിട്ട് എന്ത് ചെയ്തത് യൂസ് ചെയ്യുന്നത്. അപ്പം ഹോംസിൽ മാത്രമല്ല ഇൻഡസ്ട്രിയിലും പല മേഖലകളിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഫ്യൂവൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഹോംസിലും ഇൻഡസ്ട്രിയിലും ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂവൽ ആണ് എന്തെന്ന് പറയുന്നത് LPG എന്ന് പറയുന്നത്. ഇത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് കെമിസ്ട്രി ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ ചെറിയൊരു കോറിലേഷൻ രണ്ട് ചാപ്റ്ററും തങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ കാരണം. ഇനി നമ്മൾ രണ്ട് വസ്തുക്കൾ എടുക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കോളും സെക്കൻഡ് എന്ന് പറയുന്നത് കാൻഡിൽ. ഓക്കെ, അപ്പം കോള് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾ മീൻസ് എന്താ? കൽക്കരി അല്ലെ. കോൾ എന്ന് വെച്ചാൽ കൽക്കരിയാണ് നമ്മൾ ഈ കോൾ എന്ന് പറയുന്ന വസ്തു. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു കാൻഡിൽ, മെഴുകുതിരി. നമ്മൾ ഈ രണ്ട് വസ്തുക്കളും കത്തിച്ചു എന്ന് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. മെഴുകുതിരിയും കത്തിച്ചു, കോളും നമ്മൾ എന്ത് ചെയ്തു? കത്തിച്ചു. അപ്പം മെഴുകുതിരി കത്തുമ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു ഫ്ലെയിം ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെ തീ എന്ന് പറയത്തില്ലേ. അതേസമയം കോള് കത്തുമ്പോ എന്തില്ല? അവിടെ ഒരു ഫ്ലെയിം ഇല്ല. അത് ജസ്റ്റ് എന്ത് ചെയ്യത്തേ ഉള്ളൂ? ഗ്ലോ ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം മെഴുകുതിരി കത്തുമ്പം ഫ്ലെയിം ഫോം ചെയ്യുമെങ്കിലും കോൾ കത്തുമ്പോ എന്തില്ല? ഫ്ലെയിം ഇല്ല. അത് ജസ്റ്റ് ഗ്ലോ ചെയ്യത്ത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ കാൻഡിലും കോളും ബേൺ ചെയ്യുമ്പോഴുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. കോൾ ബേൺസ് വിത്ത് ഫ്ലെയിം, ബട്ട് ഇൻ ദ കേസ് ഓഫ് candle burns with flame, but in the case of coal does not. Okay, കോള് ബേൺ ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നില്ല? ഫ്ലെയിം ഫോം ചെയ്യുന്നില്ല. അത് ജസ്റ്റ് ഗ്ലോ ചെയ്യുക. അത് കത്തുമ്പോ കനല് നമ്മൾ എരിയാന്ന് പറയുന്നത് കനല് പോലെയാണ് നമുക്ക് എന്ത് തോന്നുന്നത്? കൽക്കരി കത്തുമ്പം തോന്നുന്നത്. അതിൽ നിന്ന് ഒരിക്കലും തീയായിട്ടൊരു വസ്തു ഫോം ചെയ്യുന്നില്ല. അത് നന്നായിട്ട് ഗ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം മെഴുകുതിരി കത്തുമ്പോൾ നമുക്കറിയാം അവിടെ എന്ത്? തീ ഉണ്ടാകുന്നുണ്ട്. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബേണിംഗ് ഓഫ് കോൾ ആൻഡ് കാൻഡിൽ. ഇനി നമുക്ക് ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് കമ്പഷൻ? ഓക്കെ, എന്താണ് കമ്പഷൻ എന്നതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും കമ്പഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ 7th ചാപ്റ്ററിൽ പഠിച്ച ഒരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, 7th നമ്മൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്നൊരു ചാപ്റ്ററിൽ ബേണിംഗ് ഓഫ് മഗ്നീഷ്യം എന്നൊരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബേണിംഗ് ഓഫ് മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം എന്ത് ചെയ്തു? കത്തിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം അല്ലെ. ബേണിംഗ് ഓഫ് മഗ്നീഷ്യം. അപ്പൊ മഗ്നീഷ്യം കത്തുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? മഗ്നീഷ്യം ഓക്സൈഡ്. ഓക്കെ, എങ്ങനെയാണ് ഈ മഗ്നീഷ്യം കത്തുന്നത്? മഗ്നീഷ്യം ബേൺസ് ഇൻ ബ്രില്യൻ വൈറ്റ് ലൈറ്റ്. നല്ലൊരു ബ്രില്യൻ വൈറ്റ് ലൈറ്റിലാണ് എന്ത് ബേൺ ചെയ്യുന്നത്? മഗ്നീഷ്യം ബേൺ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കിട്ടുന്നതാണ് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ബേണിംഗ് വസ്തു എന്ത് ചെയ്തു? കത്തി അല്ലെ. ഇനി നമ്മൾ എടുക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ചാർക്കോൾ. ചാർക്കോൾ മീൻസ് നോർമൽ കരി ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്താ പറയുന്നത്? ചാർക്കോൾ എന്ന് പറയുന്നത്. ഈ ചാർക്കോൾ നമ്മളൊന്ന് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ അവിടുത്തെ ഒരു വ്യത്യാസം? ചാർക്കോള് അല്ലെങ്കിൽ നമ്മൾ ഈ ചാർക്കോളും കോളും എടുത്തു എന്ന് എഴുതാം. രണ്ട് വസ്തുക്കളും കത്തുമ്പോൾ എന്തൊക്കെ ഫോം ചെയ്യണം? കാർബൺ ഡയോക്സൈഡ് എന്നൊരു ഗ്യാസ് ഫോം ചെയ്യണം. എന്തായാലും വസ്തുക്കൾ കത്തുമ്പോൾ എന്ത് ഫോം ചെയ്യണം? കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യണം. സോ ഈ ചാർക്കോളുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ഒരു ആക്ടിവിറ്റി ആണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ചാർക്കോളിനെ എന്ത് ചെയ്യണം? നമ്മളൊരു കാൻഡിൽ ഫ്ലെയിമിൽ കാണിച്ചിട്ട് അതങ്ങനെ കത്തിക്കുക. അപ്പം ചാർക്കോളും ബേൺ ചെയ്യും, കോളും എന്ത് ചെയ്യും? ബേൺ ചെയ്യും. അതിന്റെ സമയത്ത് ബേൺ ചെയ്തിട്ട് എന്തൊക്കെയാ ഫോം ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ്. നമ്മൾ ചാർക്കോൾ ആണ് എടുക്കുന്നതെങ്കിൽ ഏതൊരു വസ്തു കത്തിയാലും ഫോം ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡയോക്സൈഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ കാർബൺ ഡയോക്സൈഡ്, ഹീറ്റ്, ലൈറ്റ് ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. നമ്മൾ ചാർക്കോൾ ആണ് ബേൺ ചെയ്യിക്കുന്നത് എന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കമ്പഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിന് വാട്ട് ഈസ് കമ്പഷൻ? ഈ കമ്പഷൻ എന്നത് നമുക്കൊരു ഡെഫിനിഷൻ പറയാലോ. അപ്പം വസ്തു കത്തുക മീൻസ് അത് എന്ത് പ്രോസസ് ആണ്? ഫിസിക്കൽ പ്രോസസ് ആണോ? അല്ല. കാരണം നമുക്കൊരു പുതിയൊരു വസ്തു കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് എന്താണ്?
ഒരു കെമിക്കൽ പ്രോസസ് ആണ്. അപ്പൊ കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കെമിക്കൽ പ്രോസസ് ആണ്. ഓക്കെ, സോ combustion is a chemical process when a substance reacts with oxygen to form heat. Okay, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ടു ഗീവ് ഓഫ് ഹീറ്റ്. ഒരു വസ്തു റിയാക്ട് ചെയ്യുന്നു, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് അത് എന്തിനെ ഫോം ചെയ്യിക്കുന്നു? ഹീറ്റിനെ ഫോം ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ ഗീവ് ഓഫ് ഹീറ്റ്, ഹീറ്റ് റിലീസ് ചെയ്യുന്നു എങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം? കമ്പഷൻ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് എന്ത് പ്രോസസ് ആണ്? ഒരു കെമിക്കൽ പ്രോസസ് ആണ്. എ കെമിക്കൽ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഗീവ് ഓഫ് ഹീറ്റ് ഈസ് നോൺ ആസ് കമ്പഷൻ. അപ്പം ഒരു വസ്തു ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ നടക്കുന്ന ആ കെമിക്കൽ പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? കമ്പഷൻ എന്ന് പറയുന്നു. കമ്പഷൻ നടക്കുമ്പോൾ എന്തിനെയാണ് റിലീസ് ചെയ്യുന്നത്? ഹീറ്റിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് മാത്രമല്ല, ലൈറ്റും ഫ്ലെയിമും എല്ലാം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. എല്ലാ കണ്ടീഷനിലും അങ്ങനെ വരണമെന്നും ഇല്ല. ഓക്കെ, ഇനി വസ്തു കത്തണമല്ലോ. ഇപ്പൊ നമ്മളൊരു പേപ്പർ ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഏത് വസ്തുവാണോ കത്തുന്നത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് കമ്പസ്റ്റബിൾ. ഓക്കെ, കത്തുന്ന വസ്തുവിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കമ്പസ്റ്റബിൾ. അപ്പം നമ്മളിപ്പോ പേപ്പർ ആണ് കത്തിക്കുന്നതെങ്കിൽ ഇവിടുത്തെ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? പേപ്പർ ആയിരിക്കണം. ഓക്കെ, ദ സബ്സ്റ്റൻസ് ദാറ്റ് അണ്ടർഗോസ് കമ്പഷൻ ആർ നോൺ ആസ് കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസസ്. കമ്പഷന് വിധേയമാകുന്ന വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരാണ് കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസസ്. ഓക്കെ, ഇപ്പൊ പേപ്പർ ആണ് കത്തിക്കുന്നതെങ്കിൽ അവിടുത്തെ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ഏതാണ്? പേപ്പർ. ഓക്കെ, അപ്പം combustion എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ് when a substance reacts with oxygen to give off heat is known as combustion. ഒരു വസ്തു ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹീറ്റിനെ റിലീസ് ചെയ്യുന്നു എങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? കമ്പഷൻ എന്ന് പറയാം. ദ സബ്സ്റ്റൻസ് ദാറ്റ് അണ്ടർഗോസ് കമ്പഷൻ ആർ നോൺ ആസ് കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ്. ഏത് വസ്തുവാണോ കമ്പഷന് വിധേയമാകുന്നത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പം ഈ ഹീറ്റ് മാത്രമല്ല, ലൈറ്റും ഗ്യാസും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഒരു കമ്പഷൻ നടക്കുമ്പം ഫോം ചെയ്യാറും ഉണ്ട്. എല്ലാ കണ്ടീഷനിലും കമ്പഷൻ നടക്കുമ്പം ലൈറ്റ് ഫോം ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, അത് നമ്മൾ കോളിന്റെ കണ്ടീഷനിൽ പറഞ്ഞിരുന്നു. കോൾ എന്ത് ചെയ്യില്ല? ഫ്ലെയിമിനെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, അത് ഗ്ലോ ചെയ്യത്ത് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം എല്ലാ കമ്പഷനിലും എന്ത് ഫോം ചെയ്യണമെന്നില്ല? ലൈറ്റ് ഫോം ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. പക്ഷേ എന്താ? ഹീറ്റ് അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്, ഗ്യാസും റിലീസ് ചെയ്യും. ഓക്കെ, അപ്പം എന്താണ് കമ്പഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ് വെൻ എ സബ്സ്റ്റൻസ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഗീവ് ഓഫ് ഹീറ്റ് ഈസ് നോൺ ആസ് കമ്പഷൻ. ഒരു കെമിക്കൽ പ്രോസസ് ആണ്. ആ കെമിക്കൽ പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്? വസ്തു, ഏത് വസ്തുവാണോ കമ്പഷന് വിധേയമാവേണ്ടത് ആ വസ്തു എന്തുമായിട്ട് ആദ്യം റിയാക്ട് ചെയ്യണം? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് പോസിബിൾ ആകുന്നത്? കമ്പഷൻ പോസിബിൾ ആകുന്നത്. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്പഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ് വെൻ എ സബ്സ്റ്റൻസ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഗീവ് ഓഫ് ഹീറ്റ് ഈസ് നോൺ ആസ് കമ്പഷൻ. Then the substance that undergoes combustion are known as combustible substance. കമ്പഷന് വിധേയമാകുന്ന വസ്തുവിനെ നമ്മൾ പറയുന്ന പേരാണ് കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് എന്ന്. ഓക്കെ, ഇനി നിങ്ങളുടെ ചുറ്റും ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് വസ്തുക്കൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? അപ്പം നമ്മൾ നമ്മുടെ ചുറ്റും ഒന്ന് നോക്കാന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കമ്പസ്റ്റബിൾ വസ്തുക്കളുണ്ട്. അതപ്പം സോളിഡ് സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ എന്ന് നിർബന്ധമല്ലോ ഉണ്ടോ? അല്ല. ഈ കമ്പസ്റ്റബിൾ വസ്തുക്കൾ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഗേഷ്യസ് സ്റ്റേറ്റിലും എന്താണ്? അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ പറയുന്ന വുഡ് അല്ലെ? വുഡ് എന്ന് പറയുന്നത് ഏത് ഫോമിലാ? സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ആണ്. കാരണം വുഡ് എന്ന് പറയുന്നത് കത്തും, അതുകൊണ്ട് അത് എന്താണ്? കമ്പസ്റ്റബിൾ ആണ്. അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ്. അപ്പം സോളിഡ് കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിന് ഒരു എക്സാമ്പിൾ ആണ് വുഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന പെട്രോള്, ഡീസൽ, കെറോസിൻ തുടങ്ങിയ വസ്തുക്കൾ ഇതെന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്, അതും കത്തുന്നതാണല്ലോ. അതുകൊണ്ട് ലിക്വിഡ് സ്റ്റേറ്റിലും എന്തുണ്ട്? കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് അവൈലബിൾ ആണ്. ഇനി നമ്മൾ LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അല്ലെങ്കിൽ CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ഇതെല്ലാം ഏത് ഫോമിലാണ്? ഗേഷ്യസ് ഫോമിലാണ്. അപ്പം സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഗേഷ്യസ് സ്റ്റേറ്റിലും കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് അവൈലബിൾ ആണ്. ഇനി അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മഗ്നീഷ്യം, ചാർക്കോള്, കോള് ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. കമ്പസ്റ്റബിൾ എന്നും നോൺ കമ്പസ്റ്റബിൾ എന്നും ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആദ്യം സബ്സ്റ്റൻസിന്റെ പേര്, സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ കമ്പസ്റ്റബിൾ, തേർഡ് കോളം എന്ന് പറയുമ്പോൾ നോൺ കമ്പസ്റ്റബിൾ. അപ്പൊ കമ്പസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ കത്തും,
അപ്പം കത്തില്ല എങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, നോൺ കമ്പസ്റ്റബിൾ എന്ന് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരുടെ പേരൊക്കെ ഒന്ന് പറയാം. ഫസ്റ്റ് വുഡ്. അപ്പൊ വുഡ് നമ്മൾ ഉറപ്പായിട്ട് അടുപ്പിൽ വെച്ചാൽ എന്ത് ചെയ്യും, കത്താറുണ്ടല്ലോ. അതുകൊണ്ട് അത് എന്തിനൊരു എക്സാമ്പിൾ ആണ്, കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ് വുഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് പറയുന്നതാണ് പേപ്പർ. കത്താറുണ്ടല്ലോ, ഇപ്പൊ പേപ്പറും എന്താണ്, കമ്പസ്റ്റബിൾ ആണ്. നെക്സ്റ്റ് തേർഡ് എന്ന് പറയുന്നതാണ് അയൺ. അയൺ നമ്മൾ ഇപ്പൊ ഒരു അയൺ നെയില് നമ്മൾ കത്തിച്ചെന്ന് എഴുതിയത് കത്താറുണ്ടോ, ഇല്ല. അപ്പൊ അത് എന്തിനൊരു എക്സാമ്പിൾ ആണ്, നോൺ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ് അയൺ നെയില് എന്ന് പറയുന്നത്. ഇനി കെറോസിൻ എന്ത് ചെയ്യാറുണ്ട്, കത്താറുണ്ട്. അതുകൊണ്ട് അത് എന്താണ്, കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. സ്റ്റോൺ നമ്മൾ ഇനി എത്ര ഫ്ലെയിം കൊടുത്തെന്ന് എഴുതിയാൽ അത് കത്തുവോ, ഇല്ല. അപ്പൊ സ്റ്റോൺ എന്താണ്, നോൺ കമ്പസ്റ്റബിൾ ആണ്. ഇനി സ്ട്രോ കത്താറുണ്ട് അല്ലെ, സ്ട്രോ എന്ന് പറയുന്നത് എന്ത് ചെയ്യാറുണ്ട്, കത്താറുണ്ട്. ചാർക്കോള് അല്ലെ, നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ചാർക്കോൾ എന്ത് ചെയ്യാറുണ്ട്, കത്താറുണ്ട്. ഇനി അതേസമയം മാറ്റ്സ്റ്റിക് ഉപയോഗിച്ച് കത്താറുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഗ്ലാസ് നമ്മൾ ഫ്ലെയിം കൊടുത്താൽ എന്ത് ചെയ്യാറില്ല, കത്താറില്ല. അപ്പം കത്തുന്ന വസ്തുക്കളെ പറയുന്ന പേര് കമ്പസ്റ്റബിൾ എന്നും കത്താത്ത വസ്തുക്കളെ പറയുന്ന പേരാണ് നോൺ കമ്പസ്റ്റബിൾ എന്ന്. അപ്പൊ ഇത്രയുമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഫ്യൂവൽ, നമുക്ക് ഈ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിനെ എന്തെന്നും പറയാം, ഫ്യൂവൽ എന്നും പറയാൻ സാധിക്കും. അപ്പൊ കമ്പഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു കെമിക്കൽ പ്രോസസ് ആണ്. ഒരു വസ്തു ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹീറ്റിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കമ്പഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ കമ്പഷന് വിധേയമാകുന്ന വസ്തുക്കൾ നമ്മൾ പറയുന്ന പേരാണ് കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ്. അതിനെ നമുക്ക് എന്തെന്നും പറയാം, ഫ്യൂവൽ എന്നും പറയാൻ സാധിക്കും. കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഗേഷ്യസ് സ്റ്റേറ്റിലും അവൈലബിൾ ആണ്. ഇനി കത്താത്ത വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരാണ് നോൺ കമ്പസ്റ്റബിൾ. അപ്പം ഇത്രയുമായി ഉള്ളൂ നമുക്ക് അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷനിൽ പറയാനായിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.